നന്ദൻ സർ വരൂ, ഇരിക്കും. എനിക്ക് കുറിച്ച് സംസാരിക്കാനാണ്. നവീന്റെയും ഗാഥയുടെയും കാര്യ. എന്താണ്? സിത്താരയോട് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഗാഥമോളോടാ സംസാരിക്കാനുള്ളത്. വേണ്ട. അതെന്താ സിത്താര വേണ്ടെന്ന് പറയാൻ കാരണം? അവര് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ ചെറിയ എന്തോ പ്രോബ്ലമാണ്. അത് നമുക്കെല്ലാവർക്കും കൂടെ പറഞ്ഞു പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അവർക്കിടയിലെ പ്രോബ്ലം പറഞ്ഞു പരിഹരിക്കേണ്ടത് നമ്മളല്ലല്ലോ, അവര് തന്നെയല്ലേ. അതാ ഗാഥയെ കാണണമെന്ന് ഞാൻ പറഞ്ഞു. ഗാഥയെ ഇപ്പൊ കാണണ്ട. അതെന്താ സിത്താരെ, എന്റെ മരുമോളെ കാണാൻ എനിക്ക് അവകാശമില്ലേ, അധികാരമില്ലേ? അതുകൊണ്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. എന്റെ മുമ്പിലേക്ക് ഗാഥയെ വിളിക്കാൻ സിത്താരയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനുമായിട്ട് സംസാരിക്കുന്ന കുറച്ചു നേരം പോലും ഗാഥ മാന്യമായിട്ട് പെരുമാറില്ല എന്ന് തനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഗാഥ മോളോട് സംസാരിച്ചേ പറ്റൂ. അതിനൊരു മാറ്റമില്ല. പോയി നന്ദൻ സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടോ. കുടിക്കാൻ ചായ എന്തെങ്കിലും എടുക്കട്ടെ സാർ? വേണ്ട സിത്താരെ, മോള് വരട്ടെ. എന്താ തിരക്കും വേണ്ട, മോളിരിക്കേ. അച്ഛൻ പറയാം. അച്ഛൻ മോളെ കാണാനാ വന്നത്. നവീനും മോളും തമ്മിൽ എന്താ യഥാർത്ഥ ഇഷ്യൂ? ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ചിലപ്പോ ചില പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അത് എല്ലാവരോടും പറഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനവന്റെ അച്ഛനാ, വെറും വഴിപോക്കനല്ല. വഴിപോക്കനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. നവീനും എനിക്കും ഇടയിലുള്ളത് മറ്റുള്ളവർ അന്വേഷിക്കേണ്ട കാര്യമില്ലാത്തൊരു പ്രോബ്ലമാണ്. അതെങ്ങനെയാ മോളെ ശരിയാവുന്നത്? നവീൻ നിന്നെ വിവാഹം കഴിച്ച് ശൂന്യാകാശത്തിലേക്കല്ലല്ലോ കൊണ്ടുപോയത്, കളരിക്കലേക്കല്ലേ? മോളെന്തെങ്കിലും പറയുന്നത് കേട്ട് അതേ രീതിയിൽ മറുപടി പറയാനായിട്ട് നമ്മളെ ശ്രമിക്കുന്ന എന്തിനാ? അവള് കുഞ്ഞല്ലേ. വിവാഹിതയായ ഒരു പെൺകുട്ടിയോടാ ഞാൻ സംസാരിക്കുന്നത്. അത്രയ്ക്ക് കുഞ്ഞല്ലല്ലോ. അച്ഛന്റെ പ്രശ്നം എന്താ?